ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് പതിവ് പോലെ സ്വാഗതം. നമ്മുടെ ജോലി അടുക്കളയിൽ നിന്ന് ആരംഭിക്കുകയാണ്. ഒരു ചായയൊക്കെ ഇട്ട് കുടിച്ചതിന് ശേഷമാണ് ഞാൻ അടുക്കള ജോലിയിലേക്ക് കയറിയത് കേട്ടോ. അപ്പോൾ ഞാൻ അരിയൊക്കെ അടുപ്പത്തിട്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ പയർ തോരൻ വയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ പയർ ഞാൻ വെള്ളത്തിൽ വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. എണ്ണയിൽ വഴറ്റണ്ടെന്ന് വിചാരിച്ചു കേട്ടോ. എനിക്കപ്പോൾ ഇന്ന് അങ്ങനെ കറി വയ്ക്കാനാട്ടോ തോന്നിയത്. അപ്പോൾ അതൊക്കെ ഞാൻ വേവിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. അത് നമുക്കൊന്ന് നമ്മുടെ തേങ്ങയൊന്ന് ഒതുക്കിയിട്ട് നമുക്ക് കറിയാക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ട് അതിനകത്തേക്ക് ഒരു 2 പച്ചമുളക് ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ഇട്ടിട്ടുണ്ട്. ഒരു അല്പം ജീരകവും ഒരു ചെറിയ കഷ്ണം ഉള്ളിയും കൂടി ഇട്ട് ഞാനൊന്ന് ഒതുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ അത് നമ്മളൊന്ന് കടുക് പൊട്ടിച്ചെടുത്താൽ മാത്രം മതി. അപ്പോൾ ചട്ടി ചൂടായതിന് ശേഷം എണ്ണ ഒഴിച്ചിട്ട് ഒരല്പം ഉള്ളിയിട്ട് പിന്നെ ഇത്തിരി വേപ്പിലയും കൂടിയിട്ട് നമ്മുടെ അരപ്പും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. അരപ്പ് നമ്മൾ ചേർത്ത് കൊടുത്തിട്ട് നമ്മളൊന്ന് ചെറുതായിട്ടൊന്ന് പച്ചമണം മാറുന്നവരെ അതൊന്ന് വഴറ്റിയെടുക്കണം. അതിന് ശേഷം മാത്രം നമുക്ക് നമ്മുടെ വേവിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ അച്ചിങ്ങ നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ അച്ചിങ്ങയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അച്ചിങ്ങ ഇട്ടതിന് ശേഷം ഒരല്പം വെള്ളമൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ ആ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി ഒന്ന് മൂടി വെച്ച് നമ്മളൊന്നും കൂടിയൊക്കെ ആ അരപ്പ് നമ്മുടെ അച്ചിങ്ങയിലേക്ക് നന്നായിട്ട് പിടിക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇടയ്ക്കിടയ്ക്കൊന്ന് മൂടി വെച്ച് ഒക്കെ വേവിച്ചെടുക്കുന്നുണ്ട്. ഈ സമയത്ത് ഞാൻ ഒരല്പം കറിവേപ്പിലയും കൂടി ഇടുന്നുണ്ട് കേട്ടോ. അച്ചിങ്ങയ്ക്ക് ഒരുപാട് കറിവേപ്പില ഞാൻ ഇടുവേ. കറിവേപ്പില ഇട്ടിട്ട് കഴിയുമ്പോൾ അച്ചിങ്ങയ്ക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ നമ്മുടെ അച്ചിങ്ങയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ചപ്പാത്തിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ചപ്പാത്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ മാവൊക്കെ കുഴച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ അതിനൊരു തക്കാളി ചട്നിയും കൂടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതിനിടയ്ക്ക് ഞാൻ തക്കാളിയും കൂടി അരിഞ്ഞെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതൊന്ന് സെറ്റ് ആവുമല്ലോ നമ്മുടെ ചപ്പാത്തി മാവ്. അപ്പോൾ അതിനിടയ്ക്ക് ഞാൻ ഇതൊന്ന് അരിഞ്ഞ് വയ്ക്കാമെന്ന് വിചാരിച്ചു. ഒരു 3 തക്കാളി ആട്ടോ എടുക്കണത്. അപ്പോൾ തക്കാളി എടുത്തതിന് ശേഷം അതൊന്ന് അരിഞ്ഞ് വെക്കുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ഒരു ചെറിയ സവോളയും കൂടി ചേർക്കുന്നുണ്ട്. കൂടാതെ ഒരു 2 പച്ചമുളക് ചേർക്കുന്നുണ്ട് എരിവിന് വേണ്ടിയിട്ട്. പിന്നെ ഞാൻ മുളക് പൊടി ചേർക്കും, എന്നാലും പച്ചമുളകും കൂടി ചേർക്കും കേട്ടോ. അപ്പോൾ 2 വലിയ കഷ്ണം എന്ന് തന്നെ പറയാം വെളുത്തുള്ളിയും കൂടി ഞാൻ ഇതിൻ്റെ കൂടെ ചട്നിയുടെ കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് നമുക്ക് വഴറ്റിയെടുക്കണം. അപ്പോൾ അത് എണ്ണ ചൂടാക്കി കടുകൊന്നും വേണ്ട. എണ്ണ ചൂടായതിന് ശേഷം നമ്മുടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി, സവാളയും പച്ചമുളകും വെളുത്തുള്ളിയും കൂടി നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഈ സമയത്ത് നമുക്ക് ഇത് വെന്ത് വരുമ്പോൾ നമുക്ക് നമ്മുടെ ചപ്പാത്തിയും കൂടി പരത്തിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ രണ്ടും നമ്മുടെ ഒരുമിച്ച് പോകും. അപ്പോൾ ഉപ്പിട്ടതിന് ശേഷം ഞാനൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ഒന്ന് മൂടി വെച്ച് പിന്നെ വേകാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വേകണ സമയത്ത് നമ്മുടെ ചപ്പാത്തിയും കൂടി നമുക്ക് ചുട്ടെടുക്കാമെന്ന് വിചാരിച്ച് ഞാൻ ചപ്പാത്തിയൊക്കെ കുറച്ചൊക്കെ പരത്തി വെച്ചിട്ടുണ്ട്. അതൊന്ന് ചുട്ടെടുക്കുകയാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ജോലി രണ്ടും കൂടി ഏകദേശം ഒരേപോലെ നമുക്ക് കഴിഞ്ഞ് കിട്ടും. അപ്പോൾ നമ്മുടെ ചപ്പാത്തിയൊക്കെ ചുട്ട് കുറച്ചൊക്കെ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ അങ്ങനെ നമ്മുടെ ചപ്പാത്തിയും ചുടിയിലൊക്കെ കഴിഞ്ഞു കേട്ടോ. ഈ സമയം കൊണ്ട് നമ്മുടെ തക്കാളി നന്നായിട്ട് പേസ്റ്റ് ആയിട്ടുണ്ട്, നന്നായിട്ട് ഉടഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് മിക്സിയിലൊന്ന് അടിച്ചെടുക്കണം. എന്നാലും നന്നായിട്ട് ഉടഞ്ഞ് വരണം കേട്ടോ തക്കാളി ചട്നിക്ക്. അപ്പോൾ അതിനകത്തേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി ഇടുന്നുണ്ട്. കാശ്മീരി ചില്ലിയാണ്. ഒരു 1/4 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടിയും ചേർത്ത് നമ്മൾ നന്നായിട്ട് വഴറ്റി നന്നായിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇതൊന്ന് നമുക്ക് ഞാൻ പേസ്റ്റ് അരച്ചെടുത്തിട്ടുണ്ട്. അത് ഞാൻ കാണിച്ചിട്ടില്ല കേട്ടോ, അത് മിസ്സായി എങ്ങനെയോ. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോ കാണും വരെ എല്ലാവർക്കും